തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. IPC 336, 338 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സുമയ്യ പരാതി നൽകി. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനിടയിൽ നെഞ്ചിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിലാണ് കന്റോൺമെന്റ് പോലീസ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തത്. രാജീവ് കുമാർ മാത്രമാണ് കേസിൽ പ്രതി. സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും കുടുംബം പരാതി നൽകി. വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ 4 ദിവസത്തിനുള്ളിൽ നടപടിയുണ്ടാകുമെന്ന് കുടുംബത്തിന് ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. പരാതി നേരിട്ട് കൊടുത്തത് ഔദ്യോഗികമായിട്ട് കിട്ടിയതിന്റെ പേരിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആദ്യം ഡോക്ടറിനെതിരെ കർശന നടപടി. ഇപ്പം നിലവിൽ കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷന് ബന്ധപ്പെട്ടുള്ള നടപടിയായിരിക്കില്ല. ആരോഗ്യവകുപ്പ് കേസ് പരാതി നടപടി എടുക്കുമെന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. സർജറി നന്നായി ചെയ്യാനാണ് ഡോക്ടറിന് പണം നൽകിയത്. നീതി കിട്ടും വരെ നിയമപോരാട്ടം തുടരുമെന്ന് സുമയ്യ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർജറി ഡോക്ടർ ഞാൻ നെടുമങ്ങാടാണ് ഡോക്ടർ ഇരിക്കുന്നത്. റൂമിൽ പോയി കാണുമായിരുന്നു. കണ്ടിട്ട് ഡോക്ടറിന് പൈസ ഞാൻ 4000 രൂപ കൊടുത്തിട്ടാണ് സർജറിക്ക് മുന്നേ. ആദ്യം 2000, പിന്നീട് 2000 കൊടുത്തു. പിന്നെ അതിനുശേഷം 500 വെച്ച് ഞാൻ കാണാൻ പോകുമ്പോഴൊക്കെ കൊടുക്കുമായിരുന്നു. അതിനിടെ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതില് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും. ശസ്ത്രക്രിയയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നതുമാണ് സുമയ്യയുടെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.